നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ചാണ്, ക്രിയാത്മകമായ കേൾവിയെ കുറിച്ചാണ്. ഈ കാലത്ത് ഒരാളുടെയും ഒരു പ്രശ്നത്തെയും കൃത്യമായി കേൾക്കാൻ ആളില്ല എന്നതാണ് വലിയ പ്രശ്നം. അങ്ങനെ നമ്മൾ ആളുകളെ കൃത്യമായി കേൾക്കുകയാണ് എങ്കിൽ നമ്മൾ ഈ 2025 എന്ന നമ്മുടെ സ്വപ്നവർഷത്തിലേക്ക്, ഭാഗ്യവർഷത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നാം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ എന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റീവ് ലിസണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ 10 പോയിന്റുകൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഫേസ് ദ സ്പീക്കർ ആൻഡ് ഹാവ് ഐ കോണ്ടാക്ട്. നമ്മളോട് ആരാണോ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ട്, മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആളുകളെ കേൾക്കുന്നത്. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കുക എന്നല്ല. നമ്മൾ ഒരു 5 സെക്കൻഡ് അദ്ദേഹത്തിന്റെ വലത്തെ കണ്ണിലേക്കും, അത് കഴിഞ്ഞ് 5 സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഇടത്തെ കണ്ണിലേക്കും, അതും കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ വായയിലേക്കും ചുണ്ടിലേക്കും ഒക്കെ നോക്കി വീണ്ടും നമ്മൾ വലത്തെ കണ്ണിലേക്ക് 5 സെക്കൻഡ്, പിന്നീട് ഇടത്തെ കണ്ണിൽ 5 സെക്കൻഡ്, പിന്നീട് വായയിലേക്ക്, അങ്ങനെ ഒരു റൊട്ടേഷൻ ടൈപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോക്കേണ്ടി വന്നാൽ, ഒരു ഡിസ്റ്റർബ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും താഴോട്ട് നോക്കരുത്. താഴോട്ട് നോക്കുന്നതിന്റെ സിമ്പിൾ എന്നത് ഒന്ന് നമ്മൾ ഈ സംസാരം നിർത്താൻ പോകുന്നു എന്നോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ നമുക്ക് താല്പര്യമില്ല എന്നോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും വശങ്ങളിലേക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നോക്കുകയോ, അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ തലക്ക് മുകളിലൂടെ നമ്മൾ മറ്റെന്തെങ്കിലും നോക്കുകയോ ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ ആയോട്ടോ അലക്ഷ്യമായോ നമ്മൾ ഒരിക്കലും നോക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ലിസൺ ടു നോൺ വെർബൽ ക്യൂസ് ടു. നമ്മൾ സംസാരിക്കുന്ന ആളുകൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മൾ ഒരു വിഷയത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നത്. അത് നമ്മുടെ ബോഡി ലാംഗ്വേജും, നമ്മുടെ വോയിസ് ടോണും, നമ്മുടെ ശബ്ദ വ്യതിയാനവും ഒക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മൂളൽ പോലും ഒരുപാട് വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജിലേക്ക്, അവരുടെ ശബ്ദ വ്യതിയാനങ്ങളിലേക്ക് ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നാം അവരുടെ വാക്കുകൾ കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്നത്, ഈ പറയാനുള്ള ആളുകൾക്ക് നല്ല ഒരു കേൾവിക്കാരനെ കിട്ടിയ, അദ്ദേഹത്തിൽ തൃപ്തനായ, അദ്ദേഹത്തിൽ മതിയായ രീതിയിൽ അദ്ദേഹത്തെ കേൾക്കാൻ സന്മനസ്സുള്ള ഒരാളെ കിട്ടിയ ഒരു പ്രതീതി ജനിക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ നമ്മളുമായി സംസാരിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡു നോട്ട് ഇന്ററപ്റ്റ്. ഒരിക്കലും ഒരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ആ സംസാരിക്കുന്ന കാര്യം അവസാനിക്കുന്നതിന് മുന്നായി നമ്മൾ ഒരിക്കലും അതിൽ ഇടയിൽ നമ്മൾ കയറി സംസാരിക്കാതിരിക്കരുത്. അദ്ദേഹത്തിന്റെ സംസാരത്തെ ഒരിക്കലും നമ്മൾ മുറിച്ചു കളയരുത്. അങ്ങനെ മുറിച്ചു കളയുമ്പോൾ 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അദ്ദേഹത്തെക്കാൾ മുകളിലുള്ള ഒരാളാണ് എന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് സൃഷ്ടിക്കുകയോ, അല്ല എങ്കിൽ ആ സംസാരത്തിൽ നമുക്ക് താല്പര്യമില്ല, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരികയും അദ്ദേഹത്തിന് ആ സംസാരം മുഴുമിക്കാൻ കഴിയാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം, എന്ത് വിഷയമാണ് അദ്ദേഹം, എന്ത് കാര്യമാണ്, എങ്ങനെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള സാഹചര്യം നമുക്കില്ലാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറിക്കൊണ്ട്, തട്ടിക്കയറിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അദ്ദേഹം അത് കൃത്യമായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഞാനൊന്ന് പറയട്ടെ എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. അതുമാത്രമല്ല, ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെയും നമ്മളുടെ സംസാരത്തിന്റെയും ഇടയിൽ ഇട്ട് കൊടുത്താൽ അത് കൃത്യമായി സൈക്കോളജിക്കലായി അത് നമ്മൾ പറയുന്ന വിഷയത്തെ കൃത്യമായി അവർക്ക് സ്വീകരിക്കാൻ, നമ്മുടെ സൊല്യൂഷനെ അവർക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തെ അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു മാനസികമായ പരുവപ്പെടൽ ആ 2 സെക്കൻഡിനിടയിൽ സംഭവിക്കും. നാലാമത്തെ കാര്യം, ലിസൺ വിത്തൗട്ട് ജഡ്ജിങ് ഓർ ജമ്പിങ് ടു കൺക്ലൂഷൻ.
നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കൃത്യമായി കേൾക്കുക. നമ്മൾ അത് നേരത്തെ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്തുകൊണ്ട് അത് ഇന്ന ആളല്ലേ, അയാൾ ഇന്നതേ പറയൂ എന്ന് എനിക്കറിയാം എന്ന രീതിയിൽ ഒരിക്കലും ഒരാളെ കേൾക്കരുത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഒരു പക്ഷേ അദ്ദേഹം ഇന്നതാണ് പറയാൻ സാധ്യത എന്ന് നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു മുൻധാരണയോട് കൂടി നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കേൾക്കരുത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താനും പാടില്ല. നമ്മൾ അദ്ദേഹത്തെ പറയാനുള്ളത് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറയാൻ സാധ്യതയുള്ളതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനും അത് ഇന്നതായിരിക്കുമെന്നൊരു കൺക്ലൂഷനിൽ എത്താനും ഒക്കെ സാധിക്കാമെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓരോ സമയത്തും ഓരോ സ്വഭാവങ്ങളാണല്ലോ മനുഷ്യന്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. 5ാമത്തെ പോയിന്റ്, ഡു നോട്ട് സ്റ്റാർട്ട് പ്ലാനിങ് വാട്ട് ടു സേ നെക്സ്റ്റ്. ഒരാള് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് മറുപടി ഞാൻ പറയും, ഏത് തരത്തിൽ ഞാൻ മറുപടി പറയും എന്നൊന്നും നമ്മൾ ആലോചിച്ച് ആ ഒരു കേൾക്കേണ്ട സമയത്തെ എന്താണ് ഞാൻ അടുത്തതായി പറയേണ്ടത് എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ ഒരിക്കലും ആ സമയം എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കുന്ന ആള് എന്താണ് പറയുന്നത് എന്ന് ക്ലാരിറ്റിയോടുകൂടി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക്, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ആകുലതകൾക്ക് കൃത്യമായിട്ട് നമുക്ക് മറുപടി ഒന്നും പറയാൻ കഴിയില്ല. നമ്മൾ അദ്ദേഹം പറയുന്ന സമയത്ത് പ്ലാൻ ചെയ്യാൻ നിന്നാൽ അദ്ദേഹം പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷെ പ്ലാൻ ചെയ്യുന്ന കാര്യം അത് കൃത്യമായി അദ്ദേഹത്തിന് നൽകേണ്ട മറുപടിയോ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രതിഫലനമോ ആവണം എന്നില്ല. 6ാമത്തെ കാര്യം, ഷോ ദാറ്റ് യു ആർ ലിസണിങ്. നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും പലരെയും ശ്രദ്ധയോട് കൂടി കേൾക്കാറുണ്ട്. പക്ഷേ ഒരു തലയാട്ടൽ കൊണ്ടോ നമ്മൾ മൂളൽ കൊണ്ടോ അങ്ങനെയുള്ള ശബ്ദങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ നാം അദ്ദേഹത്തെ കൃത്യമായി കേൾക്കുന്നു എന്ന് ആ പറയുന്ന ആളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി, കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ശബ്ദവും നമ്മുടെ ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കുന്നു എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും, അതിന് തലയാട്ടലാവാം, ഞാൻ പറഞ്ഞതുപോലെ മൂളലുകളാകാം, അല്ലെങ്കിൽ യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നാം കേൾക്കുന്നു എന്ന് അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക. 7ാമത്തെ കാര്യം, ഡു നോട്ട് ഇമ്പോസ് യുവർ ഒപ്പീനിയൻസ് ഓർ സൊല്യൂഷൻസ്. നമ്മൾ ഒരിക്കലും നമ്മളോട് ഒരാളൊരു കാര്യം വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്ന് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്ന് പറയുകയാണ് എങ്കിൽ പോലും അത് ശ്രദ്ധയോടെ കേട്ട് അദ്ദേഹത്തെ ഞാൻ കേൾക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി ആവശ്യമായ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് അത് പറയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം. എല്ലാം അവസാനിച്ചതിന് ശേഷം എന്നാൽ ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയട്ടെ, അല്ലെങ്കിൽ ഒരു പരിഹാരം ഞാൻ നിർദ്ദേശിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ആയിരിക്കണം നാം നമ്മുടെ അഭിപ്രായവും നമ്മുടെ സൊല്യൂഷൻസും ഒക്കെ നമ്മൾ അവരോട് പറയേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഒരിക്കലും നമ്മൾ അതിനൊരു പരിഹാരമുണ്ട്, അതിന് ഇന്നാലിങ്ങനെ ചെയ്താൽ മതി, അല്ല എങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞ് അതിനെ ഒരു ഇമ്പോസ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്താതിരിക്കുക. 8ാമത്തെ കാര്യം, സ്റ്റേ ഫോക്കസ്ഡ്. ആ പറയുന്ന ആളിലേക്ക് നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ അയാളിലേക്ക് തന്നെയാക്കുക. നമ്മൾ മൊബൈൽ കളിക്കുകയോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ കൂടുതൽ വ്യാപൃതര ആകുകയോ ഒന്നും ചെയ്യാതെ പൂർണ്ണമായി അദ്ദേഹം എന്താണോ പറയുന്നത് എന്ന് കൃത്യമായി കേൾക്കുകയും അദ്ദേഹത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുക. 9ാമത്തെ കാര്യം, സംസാരത്തിന് ഇടയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുക. ആസ്ക് ക്വസ്റ്റ്യൻസ്. ആ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു യെസ് ഓർ നോ എന്ന ഉത്തരത്തിന് അപ്പുറത്ത് അതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്ന അർത്ഥത്തിൽ
നമ്മൾ ഒന്നുകൂടി അദ്ദേഹത്തിന് ആ യെസ് ഓർ നോ ആൻസറിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി വിശദീകരിച്ച് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അദ്ദേഹം പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും കൂടി ക്ലാരിറ്റി വരുത്താനെന്ന രീതിയിൽ നമ്മൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ചോദന രൂപപ്പെടുകയും അതോടൊപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തെ ഗൗരവമായി എടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുകയും ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. 10ാമത്തത് പാരാഫ്രേസസ് ആൻഡ് സമ്മറീസ്. നമ്മൾ ഒരാളുടെ ഒരു കാര്യം കേട്ടു, അദ്ദേഹം ചില വേർഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാകുക. അതിന് മറ്റു വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം, ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ആ പറഞ്ഞ വിഷയത്തെ നമ്മൾ ഒന്നുകൂടി അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഉപയോഗിച്ചു, ഒന്നുകൂടി ചോദിക്കുക. അത് അദ്ദേഹത്തിൽ ഒരു സംതൃപ്തി ജനിപ്പിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, ആ കേട്ട കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ സമ്മറീസ്, നമുക്ക് അദ്ദേഹം ഒരു ആകത്തുക, നമ്മളൊരു ഫേസ് ടു ഫേസ് ടോക്ക് നടത്തി, നമ്മൾ ആദ്യം തൊട്ട് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ വാക്കുകൾ അവസാനിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് അദ്ദേഹത്തെ അതിനൊന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് തിരിച്ചു പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ടും അദ്ദേഹത്തിന് ബോധ്യമാകും, ഇദ്ദേഹം ഞാൻ പറഞ്ഞതിന് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നു, അങ്ങനെ കേൾക്കാൻ മനസ്സുള്ള ആളാണ് ഇദ്ദേഹം, അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായുള്ള ചങ്ങാത്തം എനിക്ക് നല്ലതേ വരുത്തൂ എന്ന രീതിയിലുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകാനും എഫക്റ്റീവ് ആകാനും അതിലൂടെ നമുക്കൊരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയും. അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴാണ് അടുത്ത പുതുവത്സരത്തിൽ നാം സെറ്റ് ചെയ്ത ഗോളിനെ നമുക്ക് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുക. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മൾ നല്ല ഒരു കേൾവിക്കാരനാകുന്നതിന് വേണ്ടി ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യത്തെ കുറേ സംസാരങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന മറ്റൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.